ന്യൂസ് ഡേ കോഡ് വിശദമായി വാർത്തകളിലേക്ക് കടക്കുകയാണ്. ഇന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ADGP MR അജിത് കുമാറിനെതിരായ അന്വേഷണ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഈ നിമിഷം വരെ നൽകിയിട്ടില്ല, ഇന്ന് തന്നെ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത്തരം വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നതും. അപ്പോൾ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് നിന്ന് MR അജിത് കുമാറിനെ നീക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. തുടക്കം മുതൽ തന്നെ ഈ കേസ് അന്വേഷിക്കുമ്പോൾ തന്നെ DGP ആവശ്യപ്പെട്ടതാണ് മുഖ്യമന്ത്രിയോടക്കം അദ്ദേഹത്തെ ഈ ചുമതലയിൽ നിന്ന് മാറ്റണമെന്നുള്ളത്. ഇപ്പോൾ ഈ വളരെ കാര്യപ്പെട്ട ചില വീഴ്ചകൾ അദ്ദേഹത്തിന് സംഭവിച്ചു എന്നറിയുമ്പോൾ ഈ നീക്കിയാൽ മാത്രം മതിയോ, നടപടി ഉണ്ടാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. സസ്പെൻഷൻ അടക്കം കടുത്ത നടപടികൾ ഉണ്ടാകുമോ എന്നതാണ് ഇനി നമുക്ക് അറിയേണ്ടത്. അപ്പോൾ മുഖ്യമന്ത്രിയാണ് ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കേണ്ടത്. ADGP MR അജിത് കുമാറിന് വീഴ്ച ഉണ്ടായെന്നാണ് CPM വിലയിരുത്തൽ. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി വരും. വളരെ വിശദമായി തന്നെ പാർട്ടി സെക്രട്ടറി ഇപ്പോൾ വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു. അതിനു മുമ്പ് തന്നെ ഇന്ന് CPM-ന്റെ വാർത്താക്കുറിപ്പ് വന്നിരുന്നു. അക്കാര്യത്തിൽ ഇത് വ്യക്തമാക്കുന്നുണ്ട്. ADGP അജിത് കുമാറിന് ചില വീഴ്ചകൾ പറ്റിയിട്ടുണ്ട് എന്ന് പാർട്ടിക്ക് ബോധ്യപ്പെട്ടു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ DGP റിപ്പോർട്ടിൽ ADGP-ക്കെതിരെ കാര്യമായി തന്നെ പരാമർശം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. CPM സംസ്ഥാന കമ്മിറ്റിയിൽ MV ഗോവിന്ദൻ ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഹരി മോഹൻ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. ഹരി, ഈ റിപ്പോർട്ട് ഉടൻ തന്നെ കൈമാറുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പാർട്ടിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു, അതായത് ADGP-ക്ക് വീഴ്ച പറ്റിയെന്നാണ് മനസ്സിലാക്കുന്നത് എന്നുള്ള പത്രക്കുറിപ്പ് കണ്ടിരുന്നു. അപ്പോൾ ഈ നടപടിയിലേക്കുള്ള ഒരു ചുവടുവയ്പായി ഇതിനെ കാണാമോ? അതിനുവേണ്ടി ഒരു അന്തരീക്ഷം ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ടാണോ ഇപ്പോൾ ഈ പ്രതികരണങ്ങളൊക്കെ വരുന്നത്? രേഷ്മ, തേങ്ങ ഉടയ്ക്കാൻ പറഞ്ഞിട്ട് കുറെ നേരമായി, പക്ഷെ ഇപ്പോഴും തേങ്ങ ഉടച്ചിട്ടില്ല എന്നുള്ളതാണ് അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, രേഷ്മ അവസാനം സൂചിപ്പിച്ചതുപോലെ അതിനുള്ളൊരു അന്തരീക്ഷം ഒരുക്കിയെടുക്കുകയാണ്. CPM-ന്റെ ഭാഗത്തുനിന്നും ഇത്തരത്തിലൊരു വിലയിരുത്തൽ ഉണ്ടായെന്നും അതേ തുടർന്നാണ് സർക്കാരിന് ഇത്തരത്തിലൊരു നടപടിയെടുക്കേണ്ടി വന്നതെന്നും, അല്ലെങ്കിൽ CPM സംഘപരിവാർ വിരുദ്ധ നിലപാടുകൾ തുടർച്ചയായി സ്വീകരിക്കുന്നതിന്റെ തെളിവ് കൂടിയാണ് ADGP MR അജിത് കുമാറിനെതിരെ വരാനിരിക്കുന്ന നടപടി എന്നൊക്കെയുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കുക എന്നുള്ളതും കൂടിയാവാം. ഇന്നൊരു പക്ഷേ 6:30-ക്ക്, അതായത് സാധാരണഗതിയിൽ ഉണ്ടാവാത്ത തരത്തിൽ 6:30 മണിയോടുകൂടി തന്നെ വാർത്താ സമ്മേളനം MV ഗോവിന്ദൻ നടത്തുകയും അതിൽ എല്ലാ തരം വിവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും മറുപടി നൽകുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്നത്തെ CPM സംസ്ഥാന സമിതിയിലും ADGP MR അജിത് കുമാറിനെതിരായിട്ടുള്ള അന്വേഷണത്തിന്റെ കാര്യങ്ങൾ വിലയിരുത്തി എന്നുള്ളതാണ്. അതിൽ DGP-യുടെ റിപ്പോർട്ട് സംബന്ധിച്ചിട്ടുള്ള ചില പരാമർശങ്ങൾ ഉണ്ടായി. DGP-യുടെ റിപ്പോർട്ടിൽ അജിത് കുമാറിന് വീഴ്ച സംഭവിച്ചു എന്നുള്ള കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് CPM സംസ്ഥാന സമിതിയിൽ ചേർന്നപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു വിലയിരുത്തൽ. കാരണം എന്തായാലും സ്വാഭാവികമായിട്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ മുഖ്യമന്ത്രിക്ക് ഇതിനോടകം ലഭിച്ചിട്ടുണ്ടാകും. അതിന്റെ അടിസ്ഥാനത്തിലാകും CPM സംസ്ഥാന സമിതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ച വന്നിട്ടുള്ളത്. ഇപ്പോൾ MV ഗോവിന്ദനും പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. തെറ്റുകാരൻ എന്ന് കണ്ടെത്തിയാൽ, അല്ലെങ്കിൽ അജിത് കുമാറിന് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടെത്തിയാൽ കർക്കശമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് അദ്ദേഹവും പറയുന്നത്. അതുകൊണ്ട് ഏറെക്കുറെ കാര്യങ്ങൾ തെളിഞ്ഞു വരികയാണ്. MR അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാകും എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനകളാണ് ഇതുവഴി പുറത്തു വരുന്നത്. പക്ഷെ അത് എന്ത് നടപടിയാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉയരുന്ന ഒരു ചോദ്യം. അത് ഇത്തരം ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ വേണമെങ്കിൽ അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്താമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ, ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ നടപടികളിലേക്ക് പോവേണ്ടതല്ലേ? അത് മാറ്റി നിർത്തിയത് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. വീഴ്ചയുണ്ടായെങ്കിൽ അതിൽ നടപടിയല്ലേ വേണ്ടത്? തീർച്ചയായിട്ടും അതൊരു കർക്കശമായ നടപടി, MV ഗോവിന്ദന്റെ ഭാഷയിൽ പറഞ്ഞാൽ കർക്കശമായ നടപടി തന്നെ അക്കാര്യത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഇതിൽ RSS നേതാക്കളെ കണ്ടതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ്, അല്ലെങ്കിൽ അവരുമായി കൂടിക്കാഴ്ച നടത്തിയതുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് PV അൻവർ MLA നൽകിയ പരാതികളിൽ ഇതുവരെ ഒരു തരത്തിലുള്ള തെളിവുകളും ഉണ്ട് എന്നുള്ള വിവരങ്ങളൊന്നും തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നില്ല. അതായത് PV അൻവറിന്റെ പരാതികൾ എല്ലാം തന്നെ ഒരു വിധത്തിൽ തള്ളിപ്പോകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. അതിൽ പൂർണ്ണമായും അന്വേഷണം, അതായത് ചില കേസുകളിൽ അന്വേഷണം നടക്കുന്നുണ്ടെങ്കിൽ പോലും അതിൽ ഭൂരിഭാഗം കേസുകളിലും സംസ്ഥാന പോലീസ് മേധാവിയാണ് അന്വേഷണം നടത്തിയത്. അതിൽ കഴമ്പില്ല എന്നുള്ള രീതിയിലുള്ള കണ്ടെത്തലിലേക്ക് അന്വേഷണ സംഘം എത്തി എന്നുള്ള ഒരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ല. അത് ഒരു സർവീസ് ചട്ട ലംഘനം പോലുള്ള ഒരു സാങ്കേതിക പ്രശ്നത്തിന് അപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ വിഷയമാണ്. അതുകൊണ്ടാണ് അതിൽ CPM-നും മുഖ്യമന്ത്രിക്കും ഒക്കെ മറുപടി പറയേണ്ടി വരുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അതൊരു അന്വേഷണത്തിൽ ഇപ്പോൾ
RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി അതിനകത്ത് അസ്വാഭാവികമായി ഒന്നുമില്ല എന്ന് കണ്ടെത്തിയാൽ പോലും സർക്കാരിനെ സംബന്ധിച്ച് അതൊരു വലിയ ക്ഷീണമാണ്. കാരണം സർക്കാരിന്റെ നയങ്ങളെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നമാണ്. മുഖ്യമന്ത്രി പലവട്ടം ആവർത്തിച്ച RSS വിരുദ്ധ പോരാട്ടം അല്ലെങ്കിൽ സംഘപരിവാർ വിരുദ്ധ പോരാട്ടത്തിന് ഒരു അപഖ്യാതിയാകുന്നതാണ് ഇത്തരത്തിൽ ADGP അല്ലെങ്കിൽ സംസ്ഥാനത്തെ ലോ ആൻഡ് ഓർഡറിലുള്ള രണ്ടാമത്തെ ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ RSS നേതാക്കളുമായി നിരന്തരം കൂടിക്കാഴ്ച നടത്തുന്നു എന്നുള്ള വിവരങ്ങൾ, അതും സ്ഥിരീകരിച്ച വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിലായിരിക്കും നടപടി ഉണ്ടാവുക. ഇന്നിപ്പോൾ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് ആവർത്തിച്ചിട്ടുണ്ട്. നടപടി വേണം എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹവും പറഞ്ഞിരിക്കുന്നത്. മുഹൂർത്തം നിശ്ചയിച്ചിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ ഉള്ള അദ്ദേഹത്തിന്റെ മറുപടി ഇപ്പോഴും നടപടി മറുപടി വരുന്നത് ഇപ്പോഴും നടപടി നീണ്ടുപോകുന്നതിലുള്ള അതൃപ്തി കാരണമായിരിക്കാം എന്നുള്ളത് നമുക്ക് അനുമാനിക്കാനും കഴിയും. അതുകൊണ്ട് തന്നെ സ്ഥലം മാറ്റം പോലുള്ള ഒരു സ്വാഭാവിക നടപടിക്രമത്തിലേക്ക് ഒതുക്കി നിർത്തിക്കൊണ്ട് അജിത് കുമാറിനെ താൽക്കാലികം മറ്റേതെങ്കിലും പോസ്റ്റിലേക്ക്, അതായത് ഒരു ADGPക്ക് കൊടുക്കാൻ പറ്റിയ മറ്റേതെങ്കിലും പോസ്റ്റിലേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് ഈ പ്രശ്നത്തിൽ നിന്ന് തലയൂരാൻ എന്തായാലും സർക്കാരിന് കഴിയില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ ബിനോയ് വിശ്വം അടക്കമുള്ള അല്ലെങ്കിൽ CPI ഒക്കെ തന്നെ അതിൽ ഒരുപക്ഷെ തൽക്കാലത്തേക്ക് സംതൃപ്തി അടയാം. പക്ഷേ അതിനപ്പുറത്തേക്ക് കേരള സമൂഹത്തിൽ വലിയ രീതിയിൽ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച ചർച്ചയായിട്ടുണ്ട്. അതുകൊണ്ട് അതിന് സസ്പെൻഷൻ പോലുള്ള കർക്കശമായിട്ടുള്ള നടപടികളിലേക്ക് സർക്കാരിന് കടക്കേണ്ടിയിരിക്കുന്നു. അതിന് ഇനി DGPയുടെ റിപ്പോർട്ടാണ് സമർപ്പിക്കേണ്ടത്. ഇന്ന് രാത്രിയിൽ തന്നെ അത് ഉണ്ടാകുമെന്നുള്ള വിവരം കൂടി ലഭിക്കുന്നു. അങ്ങനെ ആ റിപ്പോർട്ട് ലഭിച്ചു കഴിഞ്ഞാൽ അത് ഉറപ്പായും ഒരു ദിവസത്തിനുള്ളിൽ തന്നെ അത് പൂർണ്ണമായി പരിശോധിക്കുമെന്നുള്ളത് കൂടി വിവരം ലഭിക്കുന്നുണ്ട്. തിങ്കളാഴ്ച നിയമസഭ ചേരുന്നതിന് മുൻപ് ഈ വിഷയത്തിൽ ADGP MR അജിത് കുമാറിനെതിരെ നടപടി എടുത്തുകൊണ്ട് ആ വിഷയം ഒതുക്കി തീർക്കുക, അല്ലെങ്കിൽ ആ വിഷയത്തിൽ ഒരു പ്രതിരോധിക്കാനുള്ള കാര്യങ്ങൾ തങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഒരു നടപടി എടുക്കുക എന്നുള്ളതായിരിക്കാം സർക്കാരിന്റെ ഉദ്ദേശം എന്നുള്ളത് കൂടി മനസ്സിലാകുന്നു. അങ്ങനെയാണെങ്കിൽ അത് സസ്പെൻഷൻ ആയിരിക്കുമോ എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം. അതിന് DGP നടത്തിയിട്ടുള്ള ഒറ്റക്കാര്യം കൂടി ഹരി, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനങ്ങളിൽ ഓരോ ചോദ്യങ്ങളും മാധ്യമപ്രവർത്തകർ MR അജിത് കുമാറിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നത് അന്വേഷണം നടക്കുന്നുണ്ട്, അതിന്റെ റിപ്പോർട്ട് വരട്ടെ എന്നായിരുന്നു. ഇപ്പോൾ റിപ്പോർട്ട് വരാൻ പോവുകയാണ് ഔദ്യോഗികമായി തന്നെ. ഇക്കാര്യത്തിൽ CPI സ്വീകരിച്ച നിലപാടിനെ കുറിച്ചാണ്. അങ്ങനെ ഒരു അന്വേഷണം നടത്തി അതിൽ പ്രശ്നമുണ്ടെന്ന് തെളിഞ്ഞ് അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്താൽ ഇതിന്റെ എല്ലാ ക്രെഡിറ്റും കൊടുക്കേണ്ടത് CPIക്കല്ലേ? കാരണം തുടക്കം മുതൽ അവർ സ്വീകരിച്ച കർശനമായ നിലപാട് അത് എത്രയോ തവണ ആവർത്തിച്ചു. ഒപ്പം ജനയുഗത്തിലടക്കം നമ്മൾ ആ സമയത്ത് കണ്ടതാണ് നിരന്തരമായ ലേഖനങ്ങൾ. കൃത്യമായി ഈ വിഷയത്തിൽ ഏറ്റവും ഷാർപ്പായ ഒരു നിലപാടെടുത്തത് CPI ആയിരുന്നു. തീർച്ചയായിട്ടും രേഷ്മ, സമീപകാല കേരള രാഷ്ട്രീയത്തിൽ ഒരു ഘടകകക്ഷി ഇത്രയധികം പ്രതിസന്ധിയിലാക്കിയ, അല്ലെങ്കിൽ ഒരു മുഖ്യ ഭരണകക്ഷിയെ ഒരു ഘടകകക്ഷി ഇത്രയധികം പ്രതിസന്ധിയിലാക്കിയ ഒരു സന്ദർഭം വേറെ ഉണ്ടായിട്ടില്ല. കാരണം അത്രത്തോളം CPI അതിന് തുടർച്ചയായ നിലപാടുകൾ, ആ നിലപാടിൽ നിന്ന് ഒരു വിട്ടുവീഴ്ച പോലും CPIയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഓരോ നേതാക്കളും അതിനകത്ത് ബിനോയ് വിശ്വം തുടർച്ചയായി ADGPയെ മാറ്റണം എന്നുള്ള നിലപാടിൽ ഉറച്ചു നിന്നു. പ്രകാശ് ബാബുവിനെ പോലുള്ള ഒരു നേതാവ് ജനയുഗത്തിൽ ലേഖനങ്ങൾ, അതും ലേഖനം എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിലുള്ള ലേഖനമല്ല, രൂക്ഷമായ വിമർശനം, അതായത് ADGP MR അജിത് കുമാറിനെ മാറ്റിയേ തീരൂ എന്നുള്ള കർക്കശമായ നിലപാട് ആവർത്തിച്ചുകൊണ്ട് അത്രയധികം രൂക്ഷമായ വിമർശനം അദ്ദേഹം നടത്തി. മന്ത്രി K രാജനും അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട CPI നേതാക്കളെല്ലാം ഈ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നു. ഒപ്പം മറ്റു ഘടകകക്ഷികൾ RJDയെ പോലുള്ള ഘടകകക്ഷികളും ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു. അത് LDF യോഗത്തിൽ ആവർത്തിക്കുന്നു. മുഖ്യമന്ത്രിക്ക് വരെ AKG സെന്ററിലെത്തി CPI സംസ്ഥാന സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തേണ്ടുന്ന അവസ്ഥയിലേക്ക് എത്തുകയും അവിടെ വെച്ച് നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ CPI ഇതിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാട് സർക്കാരിനെ കടുത്ത പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നടപടിയിലേക്ക് പോകാൻ സർക്കാർ നിർബന്ധിതമായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് എന്ത് നടപടി സ്വീകരിച്ചാലും, അതിപ്പോൾ സ്ഥലം മാറ്റമായാലും സസ്പെൻഷൻ ആയാലും, അതിന്റെ ക്രെഡിറ്റിൽ പ്രധാനപ്പെട്ട അവകാശി എന്ന് പറയുന്നത് CPI ആണ്, CPI സംസ്ഥാന സെക്രട്ടറിയാണ് എന്നൊക്കെയുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ ഇതിനകത്തെ ഒരു പ്രധാന പ്രശ്നമായിട്ട് ഇപ്പോഴും നിൽക്കുന്നത് സ്ഥലം മാറ്റത്തിൽ തൃപ്തിപ്പെടാൻ CPIക്ക് കഴിയുമോ എന്നുള്ളതാണ്. കാരണം അത്രത്തോളം ബലം പിടിച്ചിട്ടാണ് ഇത്തരത്തിലൊരു നടപടി വരാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നടപടി സ്ഥലം മാറ്റത്തിൽ മാത്രം ഒതുക്കിക്കൊണ്ട് സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയുമോ? അതല്ല, സസ്പെൻഷൻ പോലുള്ള ഒരു നടപടി സ്വീകരിച്ചുകൊണ്ട് എല്ലാവരെയും തൃപ്തിപ്പെടുത്തി മുന്നോട്ട് പോകാൻ സർക്കാർ ശ്രമിക്കുമോ എന്നുള്ളതാണ്. എന്തായാലും വരും മണിക്കൂറുകൾ വളരെ നിർണായകമാണ്. ആ തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനു മുൻപായി DGPയുടെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഹരി പറഞ്ഞതുപോലെ ഈ റിപ്പോർട്ട് ഉടൻ DGPയുടെ റിപ്പോർട്ട് ഉടൻ തന്നെ സമർപ്പിക്കുമെന്നാണ് കരുതുന്നത്. അപ്പോൾ CPMന്റെ ഒരു വാർത്താക്കുറിപ്പ് ഈ വിഷയത്തിൽ വരുമ്പോൾ ADGPക്ക് വീഴ്ച പറ്റിയെന്ന് പറയുമ്പോൾ തീർച്ചയായും ആ നടപടികളിലേക്ക് നീങ്ങുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനയാണ്. അല്ലെങ്കിൽ അതിനുള്ള ഒരു പശ്ചാത്തലം ഒരുക്കലാണ് എന്നുള്ളത് വ്യക്തമാണ്. നമുക്ക് കാത്തിരിക്കാം.